കടം കൊണ്ട് പൊറുതിമുട്ടിയാൽ നമുക്കെല്ലാവർക്കും ഇന്ന് ഈ ആധുനിക യുഗത്തിലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല, വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമസ്യ എന്ന് വേണമെങ്കിൽ പറയാം. സമസ്യ സംസ്കൃതമാണെങ്കിലും വല്ലാത്തൊരു ഒരു മാരക രോഗമായിട്ട് മാറിയിട്ടുണ്ട് കടം എന്ന് പറയുന്നത്. ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എത്ര വലിയ സമ്പന്നരാണെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ലോണുകളില്ലാത്തവരില്ല ഇന്ന്. ചെറിയ ആളുകൾക്ക് ചെറിയ ലോൺ, വലിയ ആളുകൾക്ക് വലിയ ലോൺ, മീഡിയം ആളുകൾക്ക് മീഡിയം ലോണ്, അങ്ങനെയാണ്. ലോണിൻ്റെ അളവ് പോലും ആളുകളുടെ ജീവിത നിലവാരവും സ്റ്റാൻഡേർഡും അനുസരിച്ചാണ്. കുറച്ച് താഴേക്കിടയിലുള്ള ആളുകൾ 2 ലക്ഷം എന്ന് പറയുമ്പോൾ മീഡിയം ആളുകൾ 20 ലക്ഷം എന്ന് പറയും, വലിയ ആളുകൾ 2 കോടി എന്ന് പറയും. അതിലും വലിയ സമ്പന്നരായ ആളുകൾ 20 കോടി ലോൺ ഉണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് കാണുന്നതിൽ 98% ജനങ്ങളും കടം എന്ന് പറയുന്ന ആ ഒരു സമസ്യയിൽപ്പെട്ട് ഉഴലുകയാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്, പലതരത്തിലാണ് കടങ്ങളെന്ന് മാത്രം. ചിലർക്ക് വീട് പണിയാനാവാം, ചിലർക്ക് മക്കളുടെ വിവാഹത്തിനും പഠനത്തിനും ആവാം, ചിലവർക്ക് മറ്റു പല കാര്യത്തിൽ, ചിലവരൊന്നും ചെയ്യാതെ കടം വന്നിട്ടുള്ളവരും ആവാം, ചിലവർ പലരുടെയും ചതിയിൽ പെട്ടിട്ട് കടം വന്നിട്ടുള്ളതാവാം. ഇവിടെ പറയുന്നത് ജ്യോതിഷപരമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും പൂർവജന്മ ദോഷങ്ങളും ഈ ജന്മദോഷങ്ങളും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് നോക്കിയാൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ, ഇക്കണോമിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വരുന്ന പല വീഴ്ചകളും കടത്തിന് കാരണമാകുന്നുണ്ട്. എങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, വല്ലാതെ കടം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ബാങ്ക് ലോണായിട്ട് മറ്റു തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും കടം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കടം, എനിക്ക് കടമാണ്, ഈ കടം വന്നുപോയി, പെട്ടുപോയി, അത് വിധി, പെട്ടുപോയി, എന്ത് ചെയ്യാം. ചിലർ പറയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഭക്ഷണം കഴിച്ചില്ല, നല്ലൊരു വസ്ത്രം ധരിച്ചില്ല, ഒന്നും ചെയ്തില്ല, എന്നിട്ടും കടം കൊണ്ട് നിക്കക്കള്ളിയില്ല എന്ന് പറയും. എന്തോ സംഭവിച്ചു പോയി. എങ്കിൽ തന്നെയും കടം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത്, നമ്മൾക്ക് അങ്ങനെ സംഭവിച്ചു എങ്കിൽ തന്നെയും നമ്മൾ ഇപ്പം മുതൽ കടം എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ചോദിക്കും, പിന്നെ പൈസ കൊടുക്കാനുള്ളതിന് കടമൊന്നല്ല, ബാങ്ക് ലോണിന് കടമൊന്നല്ലേ പറയുക എന്ന് ചോദിക്കാം. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് ഭൂരിപക്ഷം പേരോടും പറയാറുണ്ട്, സാമ്പത്തികത്തിൽ പല കാര്യങ്ങളും, അതായത് പണം എന്ന് പറയുന്ന നോട്ടുകെട്ടുകളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ജീവിതത്തിൽ സാമ്പത്തിക മാന്യത വരുമ്പോൾ, സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ, സാമ്പത്തികം ഉപയോഗിക്കുന്ന സമയത്ത് ഈ എനർജി എന്ന് പറയുന്നതാണ് ഈ പണം. ഈ നോട്ടുകെട്ടുകൾ ഒരു എനർജിയാണ്. ഈ എനർജിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, ചില നിയമവശങ്ങൾ, ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മിക്സി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു കുക്കർ വാങ്ങിച്ചു, ഒരു ഫാൻ വാങ്ങിച്ചു, എന്ത് സാധനം ഇലക്ട്രോണിക്കിൻ്റെ വാങ്ങിച്ചാലും നമുക്ക് അവിടെ ഒരു മാനുവൽ ഉണ്ടായിരിക്കാം. അറിയില്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ അതിനൊരു മാനുവൽ ഉണ്ടാവും. ആ മാനുവൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആ മാനുവലിൽ പറയുന്നുണ്ടാവും നിങ്ങൾ ഇന്ന രീതിയിലൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന്. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത് തുറന്നു വെച്ച് നോക്കും. പണ്ടൊക്കെ കുക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുക്കർ നോക്കിയിട്ട് മാനുവൽ നോക്കിയിട്ടാണ് അതിൻ്റെ വെയിറ്റ് ഇടാൻ അങ്ങനെ ആ ഒരു തരത്തിൽ നമ്മൾ മാനുവൽ നോക്കി പഠിച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഇന്ന് പണം ഉപയോഗിക്കാനും പണം വിനിയോഗിക്കുന്ന രീതിയിലും പണം സമ്പത്ത് വരാനും ഒക്കെ നമുക്ക് എന്താണ്, ഒരു മാനുവൽ ഉണ്ടാക്കണം. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചിന്തിക്കുക. അപ്പോൾ കടത്തിൽ നിന്ന് പൊറുതിമുട്ടിയിട്ടുള്ളവർ ആദ്യം തന്നെ കടം എന്ന വാക്കുകൾ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ചിന്തിക്കുക. ഇത് പറഞ്ഞാൽ കടം 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 എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടം ഒരിക്കലും മാറില്ല, കടം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തിനെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ജ്യോതിഷത്തിലെന്നല്ല, എന്തിൽ തന്നെയാണെങ്കിലും അത് നമ്മുടെ ഒരു സൈക്കോളജിയാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വേർഡ്സുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്തിന്? പണത്തിനെതിരെയുള്ള നെഗറ്റീവ് വേർഡ്സുകൾ. പണം എന്ന് പറയുന്നത് ഒരു നിഷേധാത്മകമായ ചിന്തയാണ്. പണം ഉണ്ടെങ്കിലും ജീവിതം സുഖമല്ല, പണം ഇല്ലെങ്കിലും എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. പണം എന്ന് പറയുന്നത് അയാൾ ഉണ്ടാക്കിയത് മോശമായ രീതിയിലാണ്, അവൻ്റെ പണം അത് ആർക്ക് വേണം, ഇങ്ങനെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ നമുക്ക് പണം കിട്ടുന്നില്ല, നമുക്ക് പണം ആരും ചോദിച്ചിട്ട് തരുന്നില്ല. ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ നമ്മൾ ഉടനെ പറയാം അവൻ്റെ പണം, ആർക്ക് വേണം,
അവൻ്റെ പണം, അവൻ എങ്ങനെയാണ്ടൊക്കെ കട്ടുമോഷ്ടിച്ചുണ്ടാക്കിയത്. അവിടെ അയാളെ അല്ല നമ്മൾ നിഷേധിക്കുന്നത്, പണത്തെയാണ് നിഷേധിക്കുന്നത്. അപ്പോൾ പണത്തിൻ്റെ നെഗറ്റിവിറ്റി ആയിട്ടുള്ള നമ്മുടെ ചിന്തകൾ, എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പണം മാത്രം മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട എന്ന് പറയരുത്. കൂടുതലൊന്നും വേണ്ട എന്ന് പറയരുത്. പണം നമുക്ക് എത്ര കിട്ടിയാലും എന്താണ്, ആവശ്യങ്ങൾ തികയില്ല. അപ്പോൾ അതുകൊണ്ട് പണത്തെക്കുറിച്ചുള്ള നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റിവിറ്റി ഉൾക്കൊള്ളുന്നതായ വാക്കുകൾ ഒരിക്കലും പറയാതിരിക്കുക. പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പണത്തെക്കുറിച്ച് പറയാതിരിക്കുക. പണം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പറയാതിരിക്കുക. പണം ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പണം ഇല്ല, പിന്നെ അതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളായി. അപ്പോൾ പണം ഇല്ല, പ്രശ്നം, ഈ രണ്ട് പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്താണ് ലൈഫിൽ നിന്ന് സ്വയം ചിന്തിച്ച് സംസാരിക്കുമ്പോൾ ചിന്തിച്ച് നമ്മൾ മാറ്റണം. ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ നിന്ന് നിഷേധാത്മകമായ ചിന്തകളെയൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. ഈ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റുക. ഇനി എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എനിക്ക് പണമില്ല, എനിക്ക് ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഇന്ന ആളോട് 50,000 മേടിച്ച് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള വാക്കുകൾ പിന്നെ ഞാൻ പറയാതെ എന്ത് ചെയ്യും? അതെന്ത് പറയണമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്കൊരു മാനുവൽ ഉണ്ടാക്കാം. മാനുവൽ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ കടം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ് ചിലപ്പോൾ ഒരു വീഡിയോ പറയേണ്ട സമയത്ത് നമ്മൾ 10 വീഡിയോയുടെ ടൈം ഒരു വീഡിയോക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മാനുവൽ ഉണ്ടാക്കണം. ഈ മാനുവൽ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മാനുവൽ ഉണ്ട്, അത് ഉറപ്പാണ്. എൻ്റെ കയ്യിൽ മാനുവൽ ഉണ്ട്. ഞാൻ ആ മാനുവൽ അനുസരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ച് അനുഭവത്തിൽ വേണമല്ലോ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കാര്യങ്ങൾ വ്യക്തം. പിന്നെ എൻ്റെ ഗുരുക്കന്മാർ ഓരോ ഗുരുവിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചു. അവർ തന്ന മാനുവൽ അനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതി കടം കൊണ്ട് പൊറുതിമുട്ടുന്ന വ്യക്തികൾ ആദ്യം അങ്ങനെ ഒരു വാക്ക് പറയാതിരിക്കുക. അങ്ങനെ ഒരു വാക്ക് പറയാതിരിക്കുന്നതിനോടൊപ്പം തന്നെ പണത്തെക്കുറിച്ചുള്ള നിഷേധാത്മകമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പൈസ കയ്യിലില്ലെങ്കിലും പണം ഇല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വേറെ വാക്കുകളുണ്ട്, അതിന് വേറെ വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് നമുക്കൊരു രൂപരേഖ ഉണ്ടാക്കാം. ഒരു 21 ദിവസം കൊണ്ട് പോലും നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തിക്ക് മാറാൻ 21 ദിവസം മതി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ 21 ദിവസം കൊണ്ട് നമ്മുടെ മാനുവലിൽ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. മാനുവൽ ഉപയോഗിച്ച് ജീവിക്കാം. പിന്നെ രക്ഷപ്പെടാൻ ഇനി സമയമൊന്നും ഇല്ല എന്നുള്ളവർ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. കടം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിൽ നിന്ന് കരകയറുക എന്ന് പറഞ്ഞാൽ ധൂർത്ത്, പാഴ്ചെലവ് ഇവയൊക്കെ ശ്രദ്ധിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൊണ്ടുപോയാൽ നമുക്ക് ആദ്യമായിട്ട് അതിൽ നിന്ന് മാറാൻ സാധിക്കും. ഇനി അതിലൊക്കെ അപ്പുറത്തേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ട് ചെയ്യേണ്ടത്. ഒരു മാർഗം തുറന്നു കിട്ടാനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് നമുക്ക് സമ്പത്ത് വരാനും നമ്മുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം, ഇഷ്ടദേവതയെ നമുക്ക് ആശ്രയിക്കാം. ന്യായമായി കിട്ടേണ്ടതല്ലാത്ത കാശ്, ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാശ് അല്ലാതെ മറ്റുള്ളവരുടെ അന്യായമായിട്ട് നമ്മൾ പിടിച്ചു വാങ്ങിയിട്ടുള്ളതായ പണം കൊണ്ട് നമ്മൾ ഒരു കാര്യവും ചെയ്താൽ നമുക്ക് അതെന്താണ് ഉപയോഗപ്രദമാവില്ല. അത് നമുക്ക് കൈവശം വയ്ക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ നമുക്ക് സാധിക്കില്ല. കാരണം അതിൽ നിന്ന് പല ദോഷങ്ങളും പല ദുരിതങ്ങളും നമുക്ക് വന്നു ചേരാം. മാത്രമല്ല മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് കടത്തിൻ്റെ ബാധ്യത നമ്മുടെ മഹാവിഷ്ണുവിനോട് ഗുരുവായൂരപ്പനോട് ധ്യാനിച്ച് നമ്മുടെ കടത്തിൻ്റെ ബാധ്യത, അതായത് നമുക്ക് കുറച്ചൊക്കെ ബാധ്യതകളുണ്ട്, അതിൻ്റെ ബാധ്യത ഭഗവാനെ നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് യൂണിവേഴ്സലിനോട് അപേക്ഷിക്കുന്ന പോലെ ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് എത്ര രൂപയാണോ കടമുള്ളത് ആ പണത്തിൻ്റെ, ഇപ്പോൾ 10 കോടിയാണെങ്കിൽ 10 കോടിയുടെ ഒരംശം, 1 കോടിയാണെങ്കിൽ 1 കോടിയുടെ അംശം, 10 ലക്ഷമാണെങ്കിൽ 10, 1 ലക്ഷമാണെങ്കിൽ 1 ലക്ഷത്തിൻ്റെ അംശം, ഇങ്ങനെ ഒരു അംശം ഒരു വിഹിതം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ആ പണത്തിൻ്റെ ഒരു അംശം കൊണ്ട് സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ ആനയോ മീനോ, ഇപ്പോൾ പണം കയ്യിലുള്ളവന് സ്വർണ്ണം ഉണ്ടാക്കാൻ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ പണമില്ലാത്തവൻ കഷ്ടപ്പാടുള്ളവൻ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം എടുത്തുകൊണ്ട് സ്വർണത്തിൻ്റെയോ മീനിൻ്റെയോ ഒക്കെ ഒരു
രൂപം ഉണ്ടാക്കിയിട്ട് വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ കയ്യിൽ ഉതകുന്ന രീതിയിൽ അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഈ ജന്മത്തിലെ എല്ലാ പാപങ്ങളും ഭഗവാനെ നീ ഏറ്റെടുക്കണം, നിൻ്റെ സംസ്ഥാപരാധം ഞാൻ നിന്നിലെല്ലാം അർപ്പിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ ഞാൻ നിന്നെ സ്മരിച്ചുകൊണ്ട് നിൻ്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചുകൊണ്ട് ഞാൻ എല്ലാ മുൻ ജന്മങ്ങളിലും ഈ കഴിഞ്ഞു പോയത് കഴിഞ്ഞു, ഇനി വരുന്ന എല്ലാ ജന്മങ്ങളിലും ഞാൻ നിൻ്റെ പാദസേവ ചെയ്തു കൊള്ളാം എന്ന് ഭഗവാനോട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ ഈ പറയുന്ന പ്രതിമകൾ സങ്കല്പിച്ച് സമർപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പണത്തിനെക്കുറിച്ചുള്ള നെഗറ്റിവിറ്റിയുള്ള വാക്കുകൾ ഒഴിവാക്കുക, കടമെന്ന വാക്കുകൾ ഒഴിവാക്കുക, സംസാരത്തിൽ എപ്പോഴും നമ്മൾ പോസിറ്റിവിറ്റിയും നമ്മളിലേക്ക് സമ്പത്തും വരുന്നതായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നോക്കുക. അത് എങ്ങനെ രേഖപ്പെടുത്തണം, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒപ്പം തന്നെ വിഷ്ണു ഭഗവാന്റെ അപരാധം നമ്മൾ പാതാരവിന്ദങ്ങളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർപ്പിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ കടം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് ഒരുപാട് ആശ്വാസങ്ങൾ കിട്ടും.